PJ റോയ് സ്വയം വെടിവെച്ച് മരിച്ചതാണെന്നാണ് ഇപ്പൊ നാട്ടുകാരെല്ലാവരും വിശ്വസിക്കുന്നത്. എന്തിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ടത്? നമ്മുടെ കയ്യിൽ എന്തെങ്കിലും CCTV ദൃശ്യമുണ്ടോ? മുഖ്യധാരാ മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നതുകൊണ്ട് മാത്രം അത് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടുകാരെ വിശ്വസിക്കുന്നതല്ല ശരിക്കും സംഭവിക്കുന്നത്. നാട്ടുകാരെ വിശ്വസിപ്പിക്കലാണ് നടക്കുന്നത്. നാട്ടുകാർ വിശ്വസിച്ചു പോകുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ, താങ്കൾ പറഞ്ഞിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ അവർക്ക് താല്പര്യമുള്ള വാർത്തകളെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും സമൂഹത്തിൻ്റെ പെർസെപ്ഷനെ ഒരു തെറ്റായ ലൈനിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇപ്പം ഇദ്ദേഹം മരിച്ചു. അപ്പം ഇവിടെ ആർക്കൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് മൊത്തം വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അസ്വാഭാവികമായ സാഹചര്യമുണ്ട്. അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നതാണ് ആദ്യത്തെ ഫസ്റ്റ് കണ്ടസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നു. ഇദ്ദേഹത്തിന് ഇൻകം ടാക്സ് വെട്ടിപ്പുണ്ട്. അപ്പോൾ ആ റെയ്ഡ് നടക്കുന്നതിനിടയ്ക്ക് ഒരു ലോക്കർ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ്. അത് പലയിടത്തും കൺഫേം ചെയ്ത് വരുന്നുണ്ട്. ഈ ലോക്കർ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു തരത്തിലും ഇദ്ദേഹം സമ്മതിക്കാതിരിക്കുകയും വീണ്ടും വീണ്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ലോക്കർ തുറക്കാൻ ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോയി അടുത്ത പ്രൈവറ്റ് റൂമിൽ പോയി സ്ലോവാക്ക് കൗൺസിലിൻ്റെ കൗൺസിൽ ജനറലിൻ്റെ മുറിയുണ്ടായിരുന്നു, അവിടെ ചെന്ന് തോക്കെടുത്ത് ഉപയോഗിച്ച് മരിക്കുകയായിരുന്നു എന്നാര് പറയുന്നു എന്ന് മാധ്യമങ്ങൾ പറയുന്നു. അവിടെ ഈ മാധ്യമങ്ങൾ നമുക്ക് അണ്ടർസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഭാഗത്തും തെളിവില്ല. അപ്പോൾ നമുക്കിവിടെ ആശ്രയിക്കാൻ പറ്റുന്ന ഏക മാർഗം നമ്മുടെ ഗസ് വർക്ക്, അല്ലെ നമ്മുടെ ആ ഡിഡക്ഷൻ, നമുക്ക് എന്തെല്ലാം ഡിഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ കൺമുമ്പിൽ ഇത് ഒരു അസ്വാഭാവിക സംഭവം തന്നെയായിട്ട് ഇപ്പോഴും നിൽക്കുന്നു. അസ്വാഭാവിക സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം ടാക്സ് റെയ്ഡോ അല്ലെങ്കിൽ ED റെയ്ഡോ അല്ലെങ്കിൽ ഈവൻ പോലീസ് റെയ്ഡ് ആണെങ്കിൽ പോലും ആദ്യം തന്നെ ആരെയാണോ റെയ്ഡ് ചെയ്യുന്നത്, ആരുടെ വീടാണോ പരിശോധിക്കുന്നത്, അവിടെയുള്ളവരെ നിരായുധരാക്കും. ഔട്ട്സൈഡ് കമ്മ്യൂണിക്കേഷൻ തടയും. മൊബൈൽ ഫോൺ മേടിക്കും. ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തോക്കോ അതുപോലുള്ള ആയുധങ്ങൾ ഇയാളുടെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം ആര് പിടിച്ചു മറിക്കും? അവരുടെ കസ്റ്റഡിയിലായിരിക്കും. പിന്നെ ഇയാൾക്ക് അവിടെ നിന്ന് ആ മുറി നനങ്ങാൻ പറ്റിയില്ല. അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിജിറ്റൽ അറസ്റ്റ് പോലെ ഈ കസേരയിൽ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കുകയേ പറ്റുള്ളൂ. അവരുടെ പെർമിഷനോടെ നമുക്ക് പോകാം. അപ്പോൾ അവർ നമ്മളെ അക്കമ്പനി ചെയ്യും. ഇപ്പോൾ ബാത്റൂമിൽ പോകണം, അവർ ബാത്റൂമിൻ്റെ വാതിൽ വരെ നമ്മളോട് വരും. ഇയാൾക്ക് മരിക്കാനാണെങ്കിൽ അങ്ങനത്തെ പല മാർഗ്ഗമുണ്ട്. ഈ പ്രൈവറ്റ് റൂമിൽ പോയി പ്രൈവറ്റ് റൂമിലേക്ക് ഒരിക്കലും വിടിയല്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എടുക്കാൻ പോകണം, ഫയൽ എടുക്കാൻ പോകണം, അത് ഇവരുടെ സാന്നിധ്യത്തിലാണ്. ഇവരെ അത്ര എത്രയോ സ്ഥലത്ത് എത്രയോ പേരെ പരിശോധിച്ചിരിക്കുന്നവരാണ്. ഇവരെ വെട്ടിച്ച് തോക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ല. തോക്ക് ശരിക്കും ഇവരുടെ കയ്യിലായിരുന്നിരിക്കണം. പല പോസിബിലിറ്റീസ് ഉണ്ട്. ഇവരുടെ കയ്യിലായിരുന്നിരിക്കുന്ന തോക്ക് പിടിച്ചു മേടിക്കാൻ അങ്ങനെ നോക്കിയാൽ അപകടമുണ്ടാകും. പക്ഷെ മറിച്ച് ഇപ്പം ഞാൻ കണക്ക് കൂട്ടുന്നത് ഇപ്പോൾ ഇവിടെ കേരളത്തിലും പല സ്ഥലത്തും ശബരിമല ഒക്കെ ആയിട്ട് റെയ്ഡ് നടത്തുമ്പോൾ ചില കണക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്, ലിങ്കുകൾ. ആ ലിങ്ക് തേടി ശബരിമലയുടെ റെയ്ഡിൻ്റെ ഭാഗമായി ലിങ്ക് തേടി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ പോയതാണ്. ഞാനിവിടെ ചോദിക്കുന്നത്, ഇദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചതാണ് എന്നിപ്പോൾ നാട്ടുകാർ പലരും വിശ്വസിക്കുന്നു. ഇത് വിശ്വസിക്കാൻ മാത്രം എന്ത് തെളിവാണ്? ഇവർ CCTV ദൃശ്യം പുറത്തു വിട്ടോ? ഇയാൾ സ്വയം വെടിവെച്ചിട്ട് ഇങ്ങനെ മരിക്കുന്ന ലെഫ്റ്റ് ചെസ്റ്റിന് ഇതാക്കി എന്നുള്ളതാണ്. പുറത്തു വന്നോ? ഒരു ദൃശ്യം പുറത്തു വന്നിട്ടില്ല. പിന്നെ എന്തിനു വിശ്വസിക്കണം? അത് വിശ്വസിക്കണ്ട, ആരും വിശ്വസിക്കേണ്ട പറയുന്നില്ല, വിശ്വസിക്കാൻ വേണ്ട. പക്ഷേ അരുൺകുമാർ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കണോ? വിശ്വസിക്കേണ്ട. ശ്രീകണ്ഠൻ നായർ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കണോ? വിശ്വസിക്കരുത്. അരുൺകുമാറും ശ്രീകണ്ഠൻ നായർ എന്ത് കാര്യത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെയൊക്കെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് പിന്നീട് മനസ്സിലായിട്ടു. ആ മുനഫിൻ്റെ കാര്യത്തിൽ അവിടെ ലോറി മുങ്ങിയതിനെ പറ്റി അരുൺകുമാർ രാവിലെ വൈകുന്നേരം പറഞ്ഞുകൊണ്ട് നടന്നതും ആ ലോറിക്കകത്ത് എന്താണെന്നുള്ള വസ്തുത മാത്രം പുറത്ത് പറഞ്ഞില്ല. അന്നും ഇതുപോലെ സംശയം വന്നു. ആ പയ്യൻ ലോറി ഡ്രൈവർ മരിച്ച സംഭവം ഉണ്ടാകും. അർജുൻ മരിക്കുമ്പോൾ ആ ലോറി പൊക്കിയെടുക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു അരുൺകുമാർ. ഇവിടെ അല്ലെന്നാണ് പറയുന്നത്. അരുൺകുമാറാണ് പറയുന്നത്, ഇവിടെ അല്ല, മനഫ് പറഞ്ഞു ഇന്നടത്താണ്, മനഫാണ് ഇതിൻ്റെ ലോറിയോട്. യഥാർത്ഥത്തിൽ നമ്മൾ സത്യത്തിന്റെ ഏതാനും ചില കണികകൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഏതാനും എന്താ പറയുക, വെറും 0% മാത്രം. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ഇദ്ദേഹത്തെ കൊന്നതാണെങ്കിലും അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ കൺമുമ്പിലുള്ള. നമുക്ക് നമ്മുടെ ചെറിയ ബുദ്ധിയുണ്ട്, പോലീസ് ബുദ്ധിയൊന്നും അല്ല നമുക്ക്, നമ്മൾ സാധാരണക്കാരൻ. കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ പറയും നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനത്തെയുള്ള ഓരോ ദുരൂഹതകൾ ആരോപിക്കാനെന്ന്? ആളുകൾ തീർച്ചയായിട്ടും ചോദിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷേ ഏതെങ്കിലും തെളിവ് ഈ അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചതാണ് എന്ന് പറയത്തക്ക തെളിവ് നിലവിൽ പുറത്തു വന്നിട്ടുണ്ടോ? CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ടോ? കാണാൻ പറ്റുന്ന, നമുക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. പോലീസ് പറയുന്നു, അരുൺകുമാർ പറയുന്നു, മറ്റേ TV പറയുന്നു എന്നതുകൊണ്ട് മാത്രം വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഉടനെ തന്നെ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി എല്ലാം വളരെ ക്വിക്ക്. ഇതിൽ സംശയം വരുന്നത് എവിടെയാണെന്നറിയോ? കൃത്യം നടന്നാലും മരണശേഷം
വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത്. ഭാര്യയുടെ ഇൻ്റർവ്യൂ, ഭാര്യയെ ചോദ്യം ചെയ്യുന്ന എല്ലാം മരണത്തിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇത് അതിൻ്റെ അർത്ഥം എന്നാ എന്തൊക്കെയോ ഹഷപ്പ് ചെയ്യാനുണ്ട്. കൂടുതൽ പബ്ലിക്കിൻ്റെ സർവൈലൻസിലേക്ക് ഇത് വരരുത്. പോസ്റ്റ്മോർട്ടത്തിൽ തിരിമറി നടത്താനാണോ പാട്? ആയിരിക്കും, പാടല്ല, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഒരു റിപ്പോർട്ട് വരും, ഇയാൾ ഇന്ന കറക്റ്റാണ്, ഇയാളുടെ വലത്ത് കൈയുണ്ട് അല്ലെങ്കിൽ ഇടത്ത് കൈയുണ്ട് വെടിവെച്ച് കാണും, പൊസിഷൻ കറക്റ്റാണ്, ബാലിസ്റ്റിക് ഡിസ്റ്റൻസ് കറക്റ്റാണ്, ഇതെല്ലാം പറയും. ഇവിടെ സാർ, ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ചെസ്റ്റിലൂടെ ഗണ്ണ് പോയിട്ടുണ്ടാകാം. ഇവിടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇദ്ദേഹം സ്വയം ഇങ്ങനെ എടുത്തിട്ട് ട്രിഗർ വലിച്ച് ഇങ്ങനെ ഇദ്ദേഹം ട്രിഗർ വിളിച്ചത് ആരാ വിളിച്ചത്? അതിനെപ്പറ്റി പറയുന്നില്ലല്ലോ. അതിനെപ്പറ്റി പത്രക്കാർക്ക് അറിയത്തില്ല. ഒരു പോലീസ് പുറത്ത് പറയുന്നുണ്ട് അയാൾ തന്നെ വലിച്ചു പോകുന്നതെന്ന് പറയുന്നുണ്ടോ? മോഹൻലാൽ പറഞ്ഞ കത്തി ഊരി കുത്തി ഇല്ലേ? അല്ല, ഡയലോഗുണ്ട്. അത്രയും ഡയലോഗ് തന്നെ പത്രക്കാർ പറയുന്നത്. കത്തി ഊരി എടുത്തെന്നുള്ള അത് കത്തി ഊരിയെ മോഹൻലാലാ കുത്തി എന്നുള്ള വേറൊരു കാര്യം. പക്ഷെ ആ ട്വിസ്റ്റ് ചെയ്ത് പറയുകയാണ്, ഇയാളെ വെടിവെച്ച് മരിച്ച് സ്വയം വെടിവെച്ച് മരിച്ചല്ല മറ്റാരെങ്കിലും അതിനകത്ത് ഇൻ്റർഫിയറൻസ് ഉണ്ടെങ്കിൽ അതിനെയാളെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പല കാരണങ്ങൾ വേണം. ഇയാളോട് ശത്രുത തോന്നാൻ ഇയാൾ ഏതെങ്കിലും ബിസിനസ്, ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് 2-3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സാണ് ചെയ്യുന്നത്. സിനിമ, റിയൽ എസ്റ്റേറ്റ്, ഇത് പിന്നെ വേറെ ബിസിനസ് ഉണ്ടെന്ന് പുറത്തു വന്നിട്ടില്ല. ഈ 2 മേഖലകളിലും ദുരൂഹത നിറഞ്ഞ ഒത്തിരി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെ അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇൻകം ടാക്സ് തിരുവനന്തപുരത്ത് തന്നെ ശബരിനാഥിൻ്റെ ടോട്ടൽ ഫോർ യു എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടായിരുന്നു. നന്നായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം വളരെ പെട്ടെന്ന് പൊട്ടുകയാണ്. ശബരിനാഥിനും കോമൺ ആയിട്ടാണുണ്ടോ ഫോറിൻ കാറുകളുടെ വാശിയായിരുന്നു, ഇഷ്ടം പോലെ കാറുകളുണ്ടായേക്കും. പക്ഷെ അയാൾ പൊട്ടിപ്പോയി. സിനിമ, നമ്മുടെ ഇവിടുത്തെ ഒരു പ്രമുഖ നേതാവിൻ്റെ മക്കൾ ചെന്ന് സിനിമ പിടിക്കാൻ പ്രേരിപ്പിച്ചു. അയാളും ആത്മഹത്യ ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, അയാളും പൊളിഞ്ഞ് തകർന്നു പോയി. അപ്പോൾ ഇയാളെ സിനിമാ ഫീൽഡിൽ നിന്നും ആണോ ഏത് ഫീൽഡ്, ഇയാളുടെ തൊഴിൽ എന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. കെട്ടിടം പണിത് കൊടുക്കുക എന്നുള്ളൂ. അതിന് ഫണ്ട് വേണം. വെറുതെ മണലും ചിക്കും സിമെൻറ്റും കമ്പി ഒന്നും ആരും തരികയില്ല. ഇത് പണ്ട് കൊടുക്കാൻ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് രീതി എന്ന് പറയുന്നത് ആരിൽ നിന്നും കടം വാങ്ങാതെ, എവിടെ നിന്നും കടം എടുക്കാതെ ഒരു എത്തിക്സ് ഉണ്ട്. അതെ. പക്ഷെ അങ്ങനെയുള്ളതാക്കി ഇത്രയും വലിയ എങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റി? ഹൂ ഫിനാൻസ്ഡ് ഹിം? സോഴ്സ് ഉണ്ടല്ലോ, കടം വാങ്ങാതെ ആണെങ്കിലും മൂന്നാമതൊരു സോഴ്സിൻ്റെ ഉണ്ടെങ്കിലല്ല കിട്ടും. ശരി, ഒരു പക്ഷേ ഇനി നമുക്ക് അനുമാനിക്കാം ഇദ്ദേഹം സ്വയം വെടിവെച്ചതാണ്. ഇദ്ദേഹം സ്വയം വെടിവെച്ചതാണെങ്കിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാന് ഒട്ടും കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു. ആ കോൺഫിഡൻ്റ് ഇല്ലായ്മ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ എന്തുകൊണ്ട് വന്നു? ഇപ്പോൾ ഏതോ ഒരു 30-ാം തീയതി തന്നെയാണ് ഹിറ്റ്ലർ മരിക്കുന്നത്. ഹിറ്റ്ലർ ജർമ്മനി തകർന്നു പോകും, ആളുകൾ മുഴുവൻ എന്താണ് തന്നെ പബ്ലിക്കലി ഹ്യൂമിലിയേറ്റ് ചെയ്യുമെന്ന ഭയത്താൽ സ്വയം വെടിയുതിർക്കുകയായിരുന്നു ഹിറ്റ്ലർ. അതേപോലെ തൻ്റെ സാമ്രാജ്യം തകരാൻ വേണ്ടി പോകുന്നു എന്ന തോന്നൽ CJ റോയിക്ക് ഉണ്ടായിരുന്നു. CJ റോയി തൻ്റെ പ്രൈമറി സാഹചര്യങ്ങളെക്കാൾ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യത്തിൻ്റെ വലിപ്പം സാധാരണ ഒരു മനുഷ്യനെ ആ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ ചോദ്യത്തിലേക്ക് ഇതുവരെ ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല. റിയൽ എസ്റ്റേറ്റ് വർക്ക് കൊണ്ടാണ് കെട്ടിടം പണിതാണ് ഒത്തിരി പേരുണ്ടാവും. എത്രയോ പേര് പൊളിഞ്ഞു പോകുന്നവരുണ്ട്. ഇന്നലെ ഇദ്ദേഹത്തിന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 56, 55-നും 60-നും ഇടയിലാണ് പ്രായം എന്ന് പറയുന്നത്. 57. അപ്പോൾ ഇതിനിടയിൽ ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തുടക്കത്തിലൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ കൂടെ വിചാരിക്കണം. അതെ, പാരമ്പര്യമായിട്ട് കണ്ടിട്ടില്ല. അമ്മയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള ബാംഗ്ലൂരിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിരുന്നു, അതിൽ നിന്ന് തുടങ്ങിയതാണ്. എങ്കിലും വളരെ പെട്ടെന്നാണ് ഭയങ്കരമായിട്ടുള്ള ലംബോർഗിനിയും ബുഗാർട്ടിയും അതുപോലുള്ള വലിയ വലിയ കാറിന്റെ ആഡംബര കാറുകളുടെ കളക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതും ചെറിയ കാലയളവിനുള്ളിൽ സെലിബ്രിറ്റീസ് എല്ലാം ചെറിയ കാലയളവിനുള്ളിൽ CJ റോയ് വലിയ ഉയരങ്ങളിലെത്തി. സെലിബ്രിറ്റീസിനെല്ലാം ഉള്ള ഒരു ഏറ്റവും വലിയ ദൗർബല്യങ്ങളിലൊന്ന്. ആദ്യത്തെ ദൗർബല്യം ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ ദൗർബല്യം എന്ന് പറഞ്ഞാൽ വാഹന കാറ്. അത് മമ്മൂട്ടിക്കാണെങ്കിലും തെണ്ടുൽക്കർക്കാണെങ്കിലും പൃഥ്വിരാജനാണെങ്കിലും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന നമ്മുടെ മുമ്പ് ആദ്യം പറഞ്ഞ ശബരിനാഥനാണെങ്കിലും റോയിക്കാണെങ്കിലും എല്ലാം ആഡംബര കാറുകൾ വലിയൊരു ഹരമാണ്. കാരണം അവിടെ ഷോ കാണിക്കാനുള്ള അവരെ ഈ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന പോലെ ഷോ കാണിക്കാനൊരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഇതിനിടയിൽ തന്നെ ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ ഇദ്ദേഹം ഒരു പ്രാഞ്ചിയേട്ടനായിരുന്നു, അല്ലെങ്കിൽ പ്രാഞ്ചിയേട്ടൻ സ്വഭാവം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നൊക്കെ. അതുകൊണ്ടാണ് മറ്റേ കോൺസുൽ ജനറൽ എന്നുള്ള മേടിച്ച സ്ലോവാക്ക് ഗവൺമെന്റിന്റെ അവാർഡ് മേടിക്കുന്ന പോലെ മേടിച്ച് ഇവിടെ അവരുടെ ഓഫീസൊക്കെ തുടങ്ങി. പക്ഷേ അതിന് യാതൊരു ഇന്റർനാഷണൽ പ്രൊട്ടക്ഷനും ഇല്ല. ആ ഇന്റർനാഷണൽ ആയിട്ടുള്ള പോകുന്ന അംബാസഡേഴ്സിനോ റെപ്രസെൻറ്റേറ്റീവ്സിനോ കൊടുക്കുന്ന പ്രൊട്ടക്ഷനൊന്നും ഇവർക്കില്ല. ജസ്റ്റ് നമ്മുടെ മോഹൻലാലിന് കേണൽ പദവി കൊടുത്തില്ലേ, അതുപോലൊരു പദവി മാത്രമായിരുന്നു അത്. അതിന് അതിൻ്റെതായ പവറില്ല, പക്ഷെ
ബോർഡ് വയ്ക്കാം, സ്റ്റാറ്റസ് ഉണ്ട്. കാർ ഇയാൾക്ക് സ്വന്തമായിട്ടുള്ളതുകൊണ്ട് ഏത് കാറിലും സഞ്ചരിക്കുകയും ചെയ്യും. ആ കാറിൽ ഈ ബോർഡ് വയ്ക്കാം, കൗൺസിൽ ജനറൽ സ്ലോവാക്ക് ഗവൺമെൻറ്. അവരുടെ ആ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇങ്ങനെ ഓണററി ഡിഗ്രി ഉണ്ട്, PhD ഒക്കെ കൊടുക്കും, ഓണററി PhD ഒക്കെ കൊടുക്കും. കശാപ്പുകാരന് വേണം PhD കൊടുക്കാം. സത്യം മറച്ചു വെക്കാൻ വളരെ എളുപ്പത്തിൽ സത്യത്തെ കുഴിച്ചു മൂടുകയും കളവിനെ സത്യമായിട്ട് പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ CJ റോയ് സ്വയം ഇങ്ങനെ ഗണ്ണ് കൊണ്ട് വെച്ചിട്ട് മരിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ സൗകര്യമില്ല എന്നാണ് പറയാനുള്ളത്. അല്ല, അങ്ങനെ നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, വിശ്വസിക്കാൻ സൗകര്യം. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ നമ്മൾ അജിത് പവാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴല്ലേ പറഞ്ഞത്. ഇയാളെ ഉൾപ്പെട്ട ബിസിനസ്സിൽ ഇയാൾ മാത്രമല്ലല്ലോ, വേറെ ആൾക്കാരുണ്ട്. ആ വേറെ ആൾക്കാർക്ക് പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരാകും, ഏറ്റവും പ്രിയപ്പെട്ടവരാകാം വേണമെങ്കിൽ. അപ്പം അവരും ഇതിൻ്റെ അകത്ത് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിൽ പങ്കായിട്ടുണ്ടെങ്കിലോ. പിന്നെ രണ്ടാമതൊരു ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പം ഞാൻ അല്ലെങ്കിൽ നമ്മളാരെങ്കിലും സാധാരണ മനുഷ്യർ അവരുടെ വീട്ടിൽ ഇല്ലീഗലായിട്ടുള്ള ബിസിനസ്, ഡ്രഗാണേലും ആയുധമാണേലും ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരാളുമായിട്ട് മിനിമം ഷെയർ ചെയ്തിരിക്കും. ഭാര്യയ്ക്ക് അറിയായിരിക്കും. ഭാര്യയ്ക്ക് ഇത്തരം വിഷയങ്ങളെല്ലാം അറിയുകയും ആ ഭാര്യ നമ്മളെ ഒറ്റിക്കൊടുക്കുകയും ചെയ്താൽ നമ്മുടെ റിയാക്ഷൻ ആയിരിക്കും. അങ്ങനെ സംഭവിക്കത്തില്ലേ? ഭാര്യ മാന്യമായിട്ട് നിൽക്കുന്നു, പിടിക്കുകയാണ്, സ്വന്തം കുടുംബം നോക്കാം അറിയാവുന്നവരാണ്, ആർഭാടം വേണ്ടാന്നൊക്കെ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്ന എനിക്ക് സംശയം. ഒരു പക്ഷേ ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം 3 മണിക്കും 3:15 ഇടയിലാണ് ഈ കൃത്യം നടന്നതെന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ പറ്റും. മരണശേഷം റെയ്ഡ് തുറന്നു എന്നും പറയുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ അവിടെ ഓഫീസ് ഉദ്യോഗസ്ഥരൊക്കെ അതാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ആ റൂമിൽ ഒരു ഉന്തും തള്ളും പിടിവലിയും, അതായത് ഒരു നിർണായക രേഖ ഇദ്ദേഹത്തോട് CJ റോയിയോട് ആര് ചോദിക്കുന്നു? കൈക്കലാക്കാൻ നോക്കുന്നു. അല്ല, ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു, ഇദ്ദേഹം കൊടുക്കില്ല എന്ന് പറയുന്നു, തരാൻ പറ്റില്ല എന്ന് പറയുന്നു. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ എല്ലാ ഇടപാടും തീരും, പല കള്ളങ്ങളും പുറത്തേക്ക് വരും എന്നുള്ള ഭയം ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഒരുപക്ഷെ ഇദ്ദേഹം ആ മുറിയിൽ നിന്ന് സ്വയം, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്താൽ ഞാൻ സ്വയം വെടിവെച്ച് ഇല്ലാതാകും എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി കാണും. അല്ല, അങ്ങനെ തോക്കെടുക്കാനുള്ള ചാൻസ് കിട്ടാൻ 90% ചാൻസ് ഇല്ല. ആദ്യം കയറുമ്പോൾ തന്നെ ചെയ്യുന്ന 2-3 പ്രൈമറി ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇനി ഏതെങ്കിലും കാരണവശാൽ ഇവരുടെ കണ്ണ് വെട്ടിച്ചേളി തോക്ക് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എടുക്കാവുന്ന മേശപ്പുറത്തോ വേറെ എവിടെയെങ്കിലും വെച്ചിരിക്കുന്നെങ്കിൽ പോകുന്ന വഴിക്കൊക്കെ എടുത്ത് പിടിവയ്ക്കും. ഇയാളെ കയ്യിലിരിക്കുന്ന തോക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളത്. ഇയാളുടെ തോക്കാണ്, ആ തോക്ക് വേറെ എവിടെയെങ്കിലും വെച്ചിരുന്നെങ്കിൽ. ഇവിടെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വരുന്ന റെയ്ഡല്ല. കഴിഞ്ഞ 1 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിവിധ സമയങ്ങളിൽ ഇതേ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കമ്പനിയിൽ റെയ്ഡ് നടത്തുന്നു. ഇവിടെ മാത്രമല്ല, ബാംഗ്ലൂരിലുടനീളം പല ബിസിനസ് സ്ഥാപനങ്ങളിലും ഇതേ രീതിയിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് സംഭവിക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണ്, 8ഓളം വരുന്ന സംഘമാണ് ഇതിനായിട്ട് കർണാടകത്തിലേക്ക് പോകുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ ബ്രദറും ഇപ്പോൾ പറയുന്നുണ്ട്, ജനുവരി 22-ാം തീയതിയോ ഇതേപോലെ വന്നിട്ട് പല ഡോക്യുമെന്റ്സും ചോദിച്ചിട്ടുണ്ടായി, ഞാൻ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ഓൾറെഡി അറിയാം റെയ്ഡ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു, ഇദ്ദേഹം ദുബായിൽ നിന്ന് വരികയായിരുന്നു. അപ്പൊ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനല്ല എന്നും, ഒന്നുകിൽ ഇദ്ദേഹത്തിന് ഇല്ലീഗലായിട്ടുള്ള ഇടപാട്, താങ്കൾ പറഞ്ഞ പോലെ ഡ്രഗ്സിന്റെ ആകാം, ആയുധത്തിന്റെ ആകാം, എന്തെങ്കിലും ആകാം. ഒരു പക്ഷേ CJ റോയ് സ്വയം വെടിവെച്ചതാണെങ്കിൽ അദ്ദേഹത്തിന് ആരെയോ സംരക്ഷിക്കാനുണ്ട്. ദൈവതുല്യനായിട്ടുള്ള ഒരാളെ സംരക്ഷിക്കാനുണ്ട്. താൻ റിവീൽ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഹാനികരമാകുന്നു. അതായത് താൻ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചില ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അറിയുകയോ ചെയ്താൽ ഇതെല്ലാം ചെന്നെത്തുന്നത് അയാളിലേക്കായിരിക്കും. അദ്ദേഹം ഒരു വലിയ അന്താരാഷ്ട്ര തലവന്റെ ബിനാമി ആയിരിക്കും ഈ CJ റോയ് എന്ന് പറയുന്നത്. അങ്ങനെയാകാം, ധാരാളം സത്യമുണ്ട്. കാരണം പത്മകുമാർ പറഞ്ഞ പോലെ എല്ലാം തുറന്നു പറഞ്ഞാൽ തീർന്നു ഇല്ലേ? പത്മകുമാർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ടാണ്. പത്മകുമാറിന് മറ്റേയാളിനെ രക്ഷിക്കണം അത്ര വലിയ മോഹമൊന്നുമില്ല, തനിക്ക് രക്ഷപ്പെട്ടവനോ. അല്ലെങ്കിൽ പത്മകുമാർ ഇതേ മാർഗം സ്വീകരിച്ചേനെ. അത്ര വേണ്ടപ്പെട്ടാരും പത്മകുമാറിൻ്റെ ഇല്ല. ആരെ പിടിച്ചാലും പത്മകുമാറിന് കുഴപ്പമില്ല. അതുകൊണ്ടാണ് നിൽക്കുന്നത്.
ഇപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം പറഞ്ഞ കേട്ടില്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മയക്കുമരുന്നോ അല്ലെങ്കിൽ ആയുധ വ്യാപാരം അല്ലെ പെൺവാണിഭം, ഇന്റർനാഷണൽ പെൺവാണിഭം ഒരു വലിയൊരു സംഭവം. വലിയ വലിയ ഒത്തിരി എണ്ണമുണ്ട്. പക്ഷെ അങ്ങനെ ഏതെങ്കിലും വലിയ ബിസിനസ്, വലിയ ഇന്റർനാഷണൽ കൊളംബിയയിലും സിംഗപ്പൂരിലൊക്കെ ഉള്ള പോലെ ചൂതുകളി കേന്ദ്രങ്ങൾ, അവിടെയൊക്കെ നടക്കുന്ന പരിപാടികളുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളുമായിട്ട് ഇദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല. പത്രക്കാരെ ഒരു പകുതി ഭാഗം കൊണ്ട് നിർത്തിയിരിക്കാം മീഡിയ. ബാക്കി ഇയാളൊരു കാണിക്കുന്നു, ഇയാളൊരു നല്ല മനുഷ്യനായിരുന്നു കേൾക്കുന്നു. കാരണം ഇയാൾ സിനിമാ ഫീൽഡുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ മറ്റൊരു കുട്ടികളുടെ സംഗീത പരിപാടി ഉണ്ടായിരുന്നു 10 വർഷം. സ്റ്റാർ സിംഗർ. അതിനൊക്കെ സംഭാവന കൊടുക്കാനും സമ്മാനം കൊടുക്കാനും ഒക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചിലവാക്കാൻ ഒരു മടിയില്ലാത്തതായിരുന്നു. എനിക്ക് ചിലപ്പോഴൊക്കെ ഈ CJ റോയുടെ ഈ ആഡംബര കാറൊക്കെ വെച്ചിട്ടുള്ള ഇതില്ലേ കുറച്ച് ഓവറാണെന്ന് തോന്നാറുണ്ട്. അല്ല, അതങ്ങനെ അവരുടെ ഇതിൻ്റെ 2 സെലിബ്രിറ്റികളുടെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളാണിത്. ആഡംബര കാറ്, വലിയ വീട്, ടൂറുകൾ, ടൂറിസ്റ്റ് ദ്വീപുകൾ മേടിക്കും. അമേരിക്കയിലൊക്കെ നമുക്കത് മേടിക്കാൻ കപ്പാസിറ്റി ഇല്ലാതെ ഇന്ത്യക്കാർ എത്രയോ വലിയ കരീബിയനിലൊക്കെ എത്രയോ വലിയ ദ്വീപുകൾ കാശ് കൊടുത്ത് മേടിച്ചിരിക്കുന്നു. ഇയാൾക്കൊക്കെ മേടിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. എന്തിനാ കൂടുതൽ ആലോചിക്കുന്നത്? ആരായിരുന്നു വിജയ് മല്യ? അതെ, ജയിലിലേക്ക് മരിക്കാൻ അവസരം കിട്ടാഞ്ഞിട്ടാണോ മരിക്കേണ്ടെന്ന് വെച്ചിട്ടാണോ എന്നറിയത്തില്ല. അത് രക്ഷപ്പെടാൻ മാർഗം ഉണ്ടെന്ന് ഈ 3 അപ്പോൾ അയാളായിട്ട് കമ്പയർ ചെയ്യണം. വിജയ് മല്യ ഇന്ത്യൻ ക്രിക്കറ്റിലെ രാജാവായിരുന്നു, ആരാധകർ ഇഷ്ടം പോലെ ഇല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെ വ്യവസായി ആയിട്ടുള്ള ഗോകുലം ഗോപാലൻ അദ്ദേഹം ഈ മാധ്യമങ്ങൾക്ക് നൽകിയൊരു എന്താണ് ജസ്റ്റ് ബൈറ്റിൽ പറഞ്ഞത്, ആത്മാഭിമാനം ഇദ്ദേഹത്തിന് ഭയങ്കര ഹൈ പീക്കിലായിരുന്നു. അപ്പം അതുകൊണ്ട് എല്ലാം തകരുമെന്നുള്ള ഭയത്താൽ ഒരുപക്ഷെ ചെയ്തതായിരിക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായി. ഒരു വ്യവസായിക്ക് കൃത്യമായിട്ടും മറ്റൊരു വ്യവസായിയുടെ മാനസികാവസ്ഥ പറ്റുമല്ലോ. അതായത് തന്റെ അന്തസ് തകരാൻ വേണ്ടി പോകുന്നു എന്ന ഭയം ഒരുപക്ഷെ CJ റോയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം. തൻ്റെ സ്റ്റാറ്റസ് അത് ആ യുവയായിട്ട് മാറി. ആ സ്റ്റാറ്റസ് യുവയായിട്ട് മാറി കഴിയുമ്പോൾ അതിനെ ഹർട്ട് ചെയ്യുന്ന എന്തുണ്ടായാലും പ്രതികരിക്കും. ഒരു പക്ഷേ ഇപ്പം ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ പല ഇതും സ്വീകരിച്ചു എന്ന് വിചാരിക്കുക, കൂടിപ്പോയ എന്ത് ശിക്ഷ ലഭിക്കും? എത്ര തുകയുടെ നോട്ടീസാണ്, എത്ര തുകയുടെ കണ്ടെടുത്തു എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അത് എത്ര തുകയാണെന്ന് പോലും നമുക്കറിയത്തില്ല. ഇനി ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇങ്ങനെയുടെ ലോക്കർ തുറക്കാൻ നിർബന്ധിച്ചപ്പോഴാണ് ഇങ്ങനെ വെടിവെച്ച് മരിച്ചു എന്നുകൊണ്ട് സത്യമാണെങ്കിൽ ആ ലോക്കറിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ B നിലവറ തുറക്കാൻ സമ്മതിക്കില്ലല്ലേ. പല തൊണ്ടി മുതലുകളും ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അത് ഇന്ത്യയിലെയോ മറ്റ് ലോകത്തിലെ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെയോ ലോക്കറുകളിൽ ഇപ്പോഴും ഉണ്ടാകാം. അപ്പോൾ അതുപോലെ ഈ ഇങ്ങനെയുടെ ലോക്കർ തുറന്നാൽ എന്താണ് കിട്ടാൻ പോകുന്നത്? ഏതെങ്കിലും വലിയ ദൈവങ്ങളുടെ, മുമ്പ് താങ്കൾ പറഞ്ഞ ഏതെങ്കിലും ദൈവങ്ങളുടെ രഹസ്യങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ ആ ദൈവങ്ങളെ തന്നെ ഇങ്ങനെ ഇല്ലാതാക്കാൻ നോക്കിയില്ലേ? എന്തായാലും സ്വയം വെടിവെച്ചിട്ട് ഇല്ലാതായതാണെങ്കിൽ ഒരു കാര്യം കൂടെ സംശയം, കോൺഫിഡന്റ് ഗ്രൂപ്പ് താങ്കൾ കൂടുതൽ പഠിച്ചാണ്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു? വാർത്തകളും കേട്ടോ? ഞാൻ കേട്ടില്ല. ഇല്ല, ഇഡിനെ കുറിച്ചല്ലേ ചോദിക്കുന്നത്? ഇഡി അല്ല, ഏതെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോ റവന്യൂ ഇന്റലിജൻസോ ആരെങ്കിലും വേറെ ഉണ്ടായിരുന്നോ? IB ഉണ്ടായിരുന്നോ? IBയോ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇതൊന്നും പറയാം, അതൊന്നും പത്രക്കാരെ പുറത്ത് പറയാം. അത് അവിടുന്ന് പോലീസ് ഇൻഫർമേഷൻ കൊടുത്ത ഇൻഫർമേഷൻ അല്ലാതെ, പോലീസിനും അതുപോലത്തെ അതോറിറ്റീസിന് കൊടുത്ത ഇൻഫർമേഷൻ അല്ലാതെ ഒരു വാക്ക് ഒരു ഡയറക്റ്റ് കയറി റിപ്പോർട്ട് ചെയ്ത് ഒറ്റപ്പെട്ട ഇതിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായിട്ടാണ് അന്വേഷണം നടത്തിയതെന്നും യാതൊരു തരത്തിലുള്ള സമ്മർദ്ദം, പ്രഷറോ ഒന്നും ഇദ്ദേഹത്തിന് മേലിൽ ചെലുത്തിയിട്ടില്ല എന്ന് അവരിപ്പോൾ പത്രക്കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഏതാനും ചില ചോദ്യങ്ങൾ 1 മണിക്കൂറോളം ഒന്ന് ചോദ്യം ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തെ ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് എന്തോ പുറത്തേക്ക് വിട്ടു. ആ സമയത്താണ് ഇദ്ദേഹം മുകളിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് എടുക്കുക എന്നുള്ളൊരു ആവശ്യപ്രകാരം തോക്കെടുത്തിട്ട് വെടിവെക്കുന്നതെന്നാണ് പുറത്തു വരുന്നത്. അപ്പം അങ്ങനെ ആ ഡോക്യുമെന്റ് കൊടുക്കപ്പെടാൻ മറ്റുള്ളവരെ അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങളുടെ ഒരു വലിയ ബോംബായിരുന്നു. ശരി, അതാണ് സത്യം എന്ന് നമ്മളൊന്ന് തൽക്കാലത്തേക്ക് വിശ്വസിച്ചാൽ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ബാക്കി വിശ്വാസം അതല്ലേ എല്ലാം. അപ്പം തൽക്കാലത്തേക്ക് ഒന്ന് വിശ്വസിച്ചാൽ അദ്ദേഹത്തിന് എന്തോ വലിയ കാര്യം, അറ്റ്ലസ് രാമേന്ദ്രന്റെ കേസ് നമുക്കറിയാം, അല്ല വലിയ കാര്യം മറയ്ക്കാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ മറയ്ക്കുന്നതിൽ കൂടെ ആരെങ്കിലും രക്ഷിക്കാനുണ്ടായിരുന്നു. ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, സെലിബ്രിറ്റി സർക്കിൾ, അദ്ദേഹത്തെ അറിയുന്ന കുറേ അധികം ആളുകൾ. അഭിമാനത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്നൊരാൾ പെട്ടെന്നൊരു ദിവസം അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാകുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ഇവിടെ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. അറസ്റ്റിന്റെ ദിശയിലേക്ക് എത്തിയിട്ടില്ല. അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാവുന്ന ഒരു വിഷയമുണ്ട്. അത് ഇൻകം ടാക്സിന്റെ അറസ്റ്റാണ്. മറ്റേ കുത്തിക്കൊന്നതിനോ വ്യഭിചാര കേസിന് അറസ്റ്റ് ചെയ്തിട്ടല്ലേ ഇരിക്കുന്നത്. ഇൻകം ടാക്സ് ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇല്ല, രക്ഷപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. ഞാൻ സാറിനടുത്ത് അവസാനമായിട്ട് ചോദിക്കുന്നത്, ഇദ്ദേഹം ഒരു വലിയ അന്താരാഷ്ട്ര തലവന്റെ ബിനാമി ആയിരുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല.
നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമുള്ള അന്താരാഷ്ട്ര തലവൻ തന്നെ കൂട്ടിക്കും. അങ്ങനെയാണെങ്കിൽ ആ അന്താരാഷ്ട്ര തലവനെ രക്ഷിക്കാനായിട്ട്, തന്റെ കുടുംബം തകരാതിരിക്കാനായിട്ട് ഇദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞൂടെ? 2 ചാൻസ് ഉണ്ട്. അന്താരാഷ്ട്ര തലവൻ്റെ താല്പര്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര തലവൻ്റെ പ്രേരണയാൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും. ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് രാധാകൃഷ്ണൻ ട്രാൻസ്ഫർ ചെയ്യില്ലേ, അതെ, സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ, കൂട്ടുകുന്നതിൻ്റെ പേരിൽ, തെളിവുകൾ നശിപ്പിക്കാൻ നോക്കിയതിന്. അങ്ങനെയുള്ള അന്താരാഷ്ട്ര വലിയ പുള്ളികളുടെ ഹെഞ്ചിമാനായിട്ടുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ, അതെന്ന് ചോദിച്ചാൽ മറ്റു ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ഉണ്ടായിരുന്നോ? എന്തായാലും നമുക്കിതില് നിലവിൽ യാതൊരു സത്യവും നമുക്കറിയില്ല. നമുക്കിങ്ങനെ അപ്പം അങ്ങനെ യാതൊരു പ്രോപ്പർ ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സത്യം ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതേ രീതിയിൽ പലതും കേൾക്കേണ്ടി വരും, പറയേണ്ടി വരും. അതെ, ഇത്തരത്തിലുള്ള അനുമാനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ സത്യത്തിലേക്ക് എത്തുക. അവസാനം നമ്മൾ സത്യത്തിലേക്ക് എത്തും. അതെ, കാത്തിരുന്ന് കാണാം.